ദേണ്ടേ രണ്ടല്ല 2.5 പേർക്ക് കഴിക്കാം. ചേച്ചി കുത്തിക്കൊരുന്ന തലപ്പാക്കെട്ട് ബിരിയാണി. ഇത് കഴിച്ചിട്ട് പറയാം ഇത് കൂടുതലാ, ഇത്രയും കൊടുത്താൽ നിങ്ങൾക്ക് ലാഭം വല്ലതും കിട്ടുമെന്ന് ചോദിക്കും. ഞാനും ചോദിക്കട്ടെ, ചേച്ചിക്ക് ലാഭം കിട്ടുമോ ഇങ്ങനെ കൊടുത്തു? 10,000 രൂപ എനിക്ക് കിട്ടും എന്തായാലും. എൻ്റെ അമ്മച്ചിക്ക് ഞങ്ങൾക്ക് ദിവസം കഴിയാനുള്ളത്. ആളുകള് കൊണ്ട് കയറുന്നത് കണ്ട ചെമ്പ് പൊട്ടിയാൽ 1 മണിക്കൂറിൽ ബിരിയാണി കാലി. വലിയ ലാഭം ഇല്ല, എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് വേണ്ട ദിവസം കഴിഞ്ഞു പോകുന്നുണ്ട്. ആരുടെ മുമ്പിൽ കൈ നീട്ട് ഓടിച്ച് എനിക്ക് വായ്പ മേടിക്കാതെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഹായ്, നമസ്കാരം. നല്ല കിടിലം ബിരിയാണി വാങ്ങിച്ചു തരട്ടെ. അതായത് 2 പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റ പാത്രത്തിൽ കൊടുക്കുന്ന ഒരു ചേച്ചിയെ പരിചയപ്പെടുത്തട്ടെ. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം മേനാത്തീരിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുറച്ച് തിരക്കുകൾ നിങ്ങൾക്ക് കാണാം. ആ ഒരു കണ്ടെയ്നറിനകത്ത് 2-2.5 പേർക്ക് കഴിക്കാം ബിരിയാണി. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ചേച്ചിയുടെ ഒരു കഷ്ടപ്പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളോടുകൂടി മുന്നോട്ട് പോകുന്നൊരു ചേച്ചിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴിയുള്ള ട്രാവലിങ്ങിൽ ചേച്ചിയെ വിളിച്ചു പറഞ്ഞ് ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്തേ കാണട്ടെ. ഞാൻ ചേച്ചി കൊടുക്കുന്നതെന്ന് പറയുമ്പം 2 പേർക്ക് കഴിക്കാൻ പറ്റും ബിരിയാണി അല്ലേ? അങ്ങനെ കൊടുക്കണമെന്നൊരു ആഗ്രഹമാണോ? ആ, ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു ബിരിയാണി അല്ലേ? ഞാൻ ചാരമുള്ളൊരു ഹോട്ടലിൽ ജോലിക്ക് ഇരിക്കുമായിരുന്നു, ഹോട്ടലിൽ കുക്കായിട്ട്. അപ്പോൾ എനിക്ക് നട്ടലിന് പ്രശ്നമുണ്ട്, ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞ് വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ തന്നെയായിരുന്നു. അമ്മച്ചിയും ഞാനും അച്ഛനും കൂടെ. ഞാൻ ഡിവോഴ്സാണ്, 2 മക്കളുണ്ട്. മോളും മോനും കല്യാണം കഴിച്ച്. പിന്നെ ഇപ്പം ഞാൻ ഓർത്ത് വീട്ടിൽ വെറുതെ ഇരിക്കണ്ടെന്ന് ഓർത്തിട്ട് ഇത് പരിപാടി തുടങ്ങി.